ഇന്നത്തെ തിരുവചന ഭാഗം നാം വായിച്ചു കേട്ടു. ഈ ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ കടന്നു പോകുകയാണ്. ഈ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവിടെ ദൈവം അവിടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ മരുഭൂമിയുടെ പ്രത്യേകത? മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയുടെ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഒന്ന്, വിജനമായ പ്രദേശമാണ് മരുഭൂമി. മരുഭൂമിയുടെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം, ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മണലാരണ്യങ്ങൾ. ഇതാ ഈ അറ്റത്ത് നിന്ന് ആറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലമാണ് മരുഭൂമികൾ. പിന്നെ വീണ്ടും കാണാൻ സാധിക്കും അവിടുത്തെ കാലാവസ്ഥ എന്താ? AC ക്ലൈമറ്റ് ആണോ അവിടുത്തെ കാലാവസ്ഥ? പകലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതികഠിനമായ ചൂട്, അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ഒരു വ്യക്തിക്ക് ഒരു തണലില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതികഠിനമായ ചൂട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ദൈവം 40 വർഷക്കാലം ഈ മരുഭൂമിയിലൂടെ കടത്തി വിട്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അവരെ വലിയ ദാരുണമായ സഹനത്തിലൂടെ ദൈവം കടത്തിവിട്ടത്. മൂന്നാം മരുഭൂമിയുടെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയിൽ അതികഠിനമായ ശൈത്യം, അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെന്നില്ലാത്ത തണുവാണ് അവിടെയുള്ളത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും പകല് ചൂട്, രാത്രിയിൽ അതികഠിനമായ ശൈത്യം. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് മരുഭൂമി. വീണ്ടും മരുഭൂമിയുടെ അവസ്ഥ എന്താ? നടപ്പാതകൾ ഇല്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നടപ്പാതകളൊന്നും കാണാനില്ലാത്ത അവസ്ഥ. മരുഭൂമി അനുഭവം എന്ന് പറയുമ്പോൾ മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വഴിയും കാണാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളാണ് മരുഭൂമി അനുഭവങ്ങൾ. ഇതുപോലെ തന്നെ മരുഭൂമിയുടെ അടുത്ത അവസ്ഥയാണ് ദാഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അവിടെ ഒരു കിണറോ പൈപ്പോ ഉണ്ടാവില്ല. വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. അത്രയും അതിദാരുണമായ അവസ്ഥയാണ് മരുഭൂമി അനുഭവം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അവിടെ വിഷപ്പാമ്പുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് മരുഭൂമിയുടെ അനുഭവം. എന്നാൽ നാം വചനത്തെ കാണുക, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ദൈവം 40 വർഷക്കാലം മരുഭൂമിയുടെ കടത്തി വിട്ടു എന്ന് നാം പലപ്പോഴും വചനത്തെ വായിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായ കാര്യമല്ല. അതൊരു വിച്ഛിന്ന പ്രദേശത്തേക്കല്ല അവിടെ കടത്തിവിട്ടെ. അതുപോലെ തന്നെ പകൽ അതികഠിനമായ ചൂട്, രാത്രിയിൽ അതികഠിനമായ ശൈത്യം, നടപ്പാതകളില്ലാത്ത അവസ്ഥ, വിഷപ്പാമ്പുകളുള്ള സ്ഥലം, വെള്ളമില്ലാത്ത സ്ഥലം. ഇവിടേക്കല്ലേ ദൈവം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ അവിടെ നയിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ അവസ്ഥയല്ലേ ഇതുപോലത്തെയുള്ള മരുഭൂമി അനുഭവങ്ങൾ. ഒരു സന്തോഷമില്ല, സമാധാനമില്ല. മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ നടപ്പാതകളില്ല എന്ന് പറഞ്ഞതുപോലെ ഇതാ മുന്നിൽ ഒരുപാട് ബ്ലോക്കുകൾ മാത്രമുള്ള ജീവിതങ്ങൾ. എന്നാൽ ഇന്ന് മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, കുടുംബമായിരിക്കാം, സമാധാനം ഇല്ലാത്ത അവസ്ഥ, അവിടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്നെ ഈ മരുഭൂമി അനുഭവങ്ങളിലേക്ക് ദൈവം കടത്തി വിട്ടിട്ട് ദൈവം എവിടെ? നീ ചോദിക്കുന്നുണ്ട്, എൻ്റെ ശരീരം മുഴുവൻ രോഗപീഠകളാ, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്നെ ഈ മരുഭൂമിയിലേക്ക് ദൈവം കടത്തി വിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം. വചനം പറയുകയാണ്, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവിടെ കൂടെ നടന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. ഇന്നും പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഏതൊക്കെ മരുഭൂമി അനുഭവങ്ങളിലൂടെയാ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമായ നിങ്ങൾ കടന്നു പോകുന്നേ? അവിടെ എവിടെയോ ദൈവമെന്ന് ചോദിക്കുമ്പോൾ നിന്നെ മരുഭൂമിയിലേക്ക്, കടബാധയിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ദൈവം കടത്തിവിട്ട് ദൈവം കയ്യും കെട്ടിയിരിക്കുകയല്ല, മറിച്ച് നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കാണാൻ, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി നിന്റെ ഒപ്പം നടക്കുന്ന ഒരു ദൈവത്തെ കാണാൻ നിനക്ക് സാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തെ കാണാൻ സാധിക്കും.
ഈ വചനം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നാം കാണുകയായിരുന്നു, ഈ ഇസ്രായേൽ ജനത്തിന് വേണമെങ്കിൽ വളരെ മരുഭൂമിയൊന്നും പോകാതെ ഷോർട്ട് കട്ടായ വഴികളുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ ഷോർട്ട് കട്ടായ വഴിയിലൂടെയല്ല നയിച്ച്, മറിച്ച് മരുഭൂമിയിലേക്കാണ് നയിച്ച്. വചനം നമുക്ക് ശ്രവിക്കാം. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശരീരത്തത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ട, ഫിലിസ്ത്യരുടെ ദേശത്തുകൂടെ എളുപ്പവഴി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഫിലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള എളുപ്പവഴിയിലൂടെ കടന്നു പോകണ്ട എന്നാണ് ദൈവം വിചാരിച്ചത്. തുടർന്ന്, കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സു മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാണ്. എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്കാണ് കടത്തിവിട്ട്. എളുപ്പവഴിയിലൂടെയല്ല ദൈവം കടത്തിവിട്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ എനിക്ക് 50 ലക്ഷമാണ് എനിക്ക് കടബാധയുള്ള, 1 കോടിയാണ് എനിക്ക് കടബാധയുള്ള. ഞാനിപ്പോൾ ഒരു ലോട്ടറി എടുത്ത് ആ ലോട്ടറി അടിച്ചുവെങ്കിൽ എൻ്റെ കടബാധ മാറില്ലേ? ഇന്നാളൊരു ചേട്ടൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, അച്ഛാ എനിക്ക് ഈ ലോട്ടറി ടിക്കറ്റ് ഞാൻ ഓണം ബമ്പർ എടുത്തിരിക്കുക, അച്ഛനൊന്ന് ഇത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ശരിക്കും എനിക്ക് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നെ ഒന്ന് വിടണം. പ്രിയപ്പെട്ടവരെ, ലോട്ടറി ടിക്കറ്റ് വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഈ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സകല പ്രശ്നങ്ങളും തീരും. പക്ഷെ ദൈവം ലോട്ടറി അടിക്കാനല്ല ആഗ്രഹിക്കുന്നത്, എളുപ്പവഴിയിലൂടെ കടന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ മരുഭൂമിയിലേക്ക് കടത്തിവിടാനാ ദൈവം പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുക. അദ്ദേഹം സ്കൂൾ അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. ഈ മനുഷ്യൻ കണ്ണീരോടുകൂടെ പറയുക, അച്ഛാ 14 വർഷമായിട്ടും എന്നും കണ്ണുനീരും സഹനവും മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ എന്നും രോഗപീഠകളാച്ചാ, കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് രോഗം. എന്താച്ചാ എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ അവസ്ഥ. എന്നാൽ ഈ മനുഷ്യനൊരു കാര്യം പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കുടുംബത്തിൽ ദൈവം ഇതുവരെ ഒരു പട്ടിണി തരാതെ ഇന്നോളം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, നീ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് അയച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നിന്റെ കൂടെ നടക്കുന്ന, നിന്റെ ജീവിത സാഹചര്യങ്ങളെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവിടെ കൂടെ നടന്ന ഒരു ദൈവം ഇന്ന് നിന്റെ കൂടെ, നിന്റെ പ്രശ്നങ്ങളുടെ കൂടെ, മരുഭൂമി അനുഭവങ്ങളുടെ കൂടെ ദൈവം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം സകല മക്കൾക്കും ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഈ മരുഭൂമി അനുഭവങ്ങൾ വിട്ടുപോകാതിരുന്നത്. അത്ഭുതകരമായ രീതിയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ചെങ്കടലിന്റെ അക്കരയെത്തി. ആ സമയത്ത് ഇസ്രായേൽ ജനത്തിന് വലിയ സന്തോഷമായി. ഇതാ ഞങ്ങൾ മരുഭൂമിയിലൂടെ കടന്നുപോയി, ഞങ്ങളുടെ മുമ്പിൽ ഇതാ ചെങ്കടൽ വന്നിരിക്കുന്നു. ഈ ചെങ്കടൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ മോശ പോയിട്ട് ഒരു വടിയെടുത്തു, ഈ ചെങ്കടൽ നേരെ വീശി ഈ ചെങ്കടൽ 2ആയി മാറി. ആ ചെങ്കടലിന്റെ നടുവിലൂടെ ഞങ്ങൾക്ക് അക്കരെ കടക്കാൻ സാധിച്ചു. എന്നാൽ ഫറവോന്റെ സൈന്യം ഉണ്ടല്ലോ, ഞങ്ങളെ പിന്നാലെ വന്നു, അവര് ആ കടലിൽ മുങ്ങി ചത്തുപോയി. ഞങ്ങളെ ദൈവം രക്ഷിച്ചു. ഈ സമയത്ത് ഈ ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സ്തോത്രഗീതം ആലപിച്ചു. നമുക്കത് വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും
അവിടുന്ന് കടലിലെറിഞ്ഞു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. തുടർന്ന്, കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിന്റെ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഇസ്രായേൽ ജനം പറയുകയാണ്, കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷണവുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സഹനം വന്നു കഴിഞ്ഞപ്പോൾ അവരെന്താണ് ദൈവത്തോട് കാണിച്ചു കൂട്ടുന്നത്? നമ്മൾ നോക്കണം പ്രിയപ്പെട്ടവരെ. വീണ്ടും കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാം തിരുവചനം. അവർക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അവർക്ക് കിട്ടിയത് എങ്ങനെയുള്ള വെള്ളമാണ് എന്ന് വചനത്തിൽ കാണുക. ഒന്ന് വചനം വായിച്ചു. 15-ാം അധ്യായം 24-ാം തിരുവചനം. 24-ാം തിരുവചനം. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതങ്ങളിൽ മരുഭൂമി അനുഭവങ്ങളെ വിട്ടുപോകാത്തതിന് കാരണം എന്താണെന്നറിയോ? ഈ ഒരു വചനാണ് നമ്മൾ കാണണ്ടേ. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഒന്ന് വചനം പറഞ്ഞേ. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. നമ്മളും ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെതിരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരെ, ദൈവത്തിൻ്റെ ദൈവാശ്രയത്തിന് പകരം ഒരു കഷ്ടപ്പാട് വരുമ്പോൾ ഇത്രയും കാലം കരുതിയ ദൈവത്തെ നമ്മൾ മറന്നുപോയി ദൈവത്തിനെതിരെ പിറുപിറുത്തും. ഇസ്രായേൽ ജനത്തെ കാണാം, ഇവരെ അക്കരയ്ക്ക് ചെങ്കടൽ കടത്തി ദൈവം രക്ഷിച്ചു. എന്നാൽ പിന്നീട് അവർക്ക് മാറായി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ജലത്തിന് കയ്പുള്ളതായി തീർന്നപ്പോൾ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തും. ഈ സമയത്ത് മോശ എന്താ ചെയ്തതെന്നറിയോ? മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. മോശ ദൈവത്തിന്റെ സന്നിധി കരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവമേ, ഈ ജലം പിറുപിറുക്കുന്ന കണ്ടില്ലേ, ഞാൻ എന്താണ് ചെയ്യുക? ആ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ആ തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലേക്കിട്. അത്ഭുതകരമായ രീതിയിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ആ വെള്ളം മധുരിക്കുന്ന വെള്ളമായി മാറി എന്ന് വചനം പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ജീവിതങ്ങൾ കഷ്ടപ്പാടുണ്ടാവുമ്പോൾ കരുതലോടെ താങ്ങുന്ന ദൈവത്തെ മറന്നുപോകുക. നമ്മളും ഓർത്തോ പ്രിയപ്പെട്ടവരെ, ഈ പിറുപിറുക്കുന്ന സ്വഭാവം എന്തിനെതിരെയാ നീ പിറുപിറുക്കുന്ന? ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിനെതിരെ നീ തിരിയുന്ന, ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ, ദൈവത്തിന്റെ വാത്സല്യത്തിനെതിരെ, ദൈവത്തിന്റെ സംരക്ഷണത്തിനെതിരെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 15-ാം അധ്യായം 25-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 25 വായിച്ചു നമ്മൾ. തുടർന്ന് അവരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അവരുടെ ജീവിതത്തിലെ പ്രശ്നം കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാൻ പോവുകയാണ് ഇവിടെ ജീവിതങ്ങളിൽ വീണ്ടും മോശ ഇസ്രായേൽ ജനവുമായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ജീവിതങ്ങളിൽ മരുഭൂമി അനുഭവം വിട്ടുപോകുന്നില്ല. അതിനൊരു കാരണം വചനത്തെ വ്യക്തമായി കാണാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം വിട്ടുപോകാത്തത്? ഒന്ന്, പിറുപിറുത്തത് കൊണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ, ദൈവത്തിന്റെ പരിപാലനയ്ക്കെതിരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ഇവരങ്ങോട്ട് പിറുപിറുക്കാൻ തുടങ്ങി മോശയുടെ അടുത്ത്. അവർക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത്? ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. എന്നാൽ ഈ മോശ ദൈവത്തിനെതിരെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി. ദൈവമേ, ഈ ജനം പിറുപിറുക്കുന്ന കണ്ടില്ലേ, അവർക്ക് വിശക്കുന്നു, എന്താ ചെയ്യുക? ദൈവം അത്ഭുതകരമായ രീതിയിൽ അവർക്ക് മന്ന വർഷിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ കൂടാരങ്ങളിൽ വലിയ സന്തോഷങ്ങളും ആരവങ്ങളും ഉത്സവങ്ങളുമായി. പ്രിയപ്പെട്ടവരെ, നമ്മളും ഓർക്കേണ്ട കാര്യമാണ്, മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും. എന്തിനാ?
നമുക്ക് ദൈവാശ്രയം ഉണ്ടാകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനം വായിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വീണ്ടും ദൈവം മരുഭൂമി അനുഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഇതാ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടി. 2, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയല്ല നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മരുഭൂമി അനുഭവങ്ങൾ വിട്ടുപോകാത്തതിന്റെ അടുത്ത കാരണമാണ് പ്രിയപ്പെട്ടവരെ, എന്താണ് വചനം പറയുന്നത്? നമ്മെ തന്നെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടി. നോക്കിക്കോ, നീ അഹങ്കാരം ഇതുപോലെ തന്നെ നിഗളമായിട്ട് നീ നടക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലേക്ക് മരുഭൂമി അനുഭവങ്ങൾ കടന്നു വരും. എന്തിനു വേണ്ടിയിട്ടാ? നിന്നെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടി. ഇന്ന് ഈ വചനം കേൾക്കും പ്രിയപ്പെട്ട മക്കളെ, എന്തിനു ഓർത്താ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ നിന്റെ സമ്പത്തിനെ ഓർത്താണോ? നിന്റെ കുടുംബത്തെ ഓർത്താണോ? നിന്റെ മക്കളെ ഓർത്താണോ? നിന്റെ ജോലി ഓർത്തുകൊണ്ടാണോ? നീ വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്, അതിനെ ഓർത്താണോ? എന്തിനെ ഓർത്താ നിനക്ക് അഹങ്കരിക്കാനുള്ള? നിന്റെ വലിയ കാറായിരിക്കാം, നിന്റെ വലിയ ജോലിയായിരിക്കാം, നിന്റെ വലിയ ബിസിനസ് ആയിരിക്കാം. എന്ന പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഒരു നിമിഷം കൊണ്ട് തീരുന്നതല്ലേ എല്ലാം. നീ വെട്ടിപ്പിടിച്ചും നീ വലുതെന്ന് കണ്ടതും എല്ലാം ഒരു നിമിഷം മാത്രമല്ലേ ഉള്ളൂ. വീണ്ടും നീ തിരിച്ചറിഞ്ഞു, ഇന്ന് നീ അനുഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ തമ്പുരാൻ കർത്താവ് തന്നതല്ലാതെ നിന്റെ ജീവിതത്തിൽ എന്താ ഉള്ളേ? നമ്മൾ പലപ്പോഴും അഹങ്കരിക്കുന്നു. എന്നാ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, നിന്റെ തമ്പുരാൻ കർത്താവ് തന്നതല്ലേ നിന്റെ ജോലി, നിന്റെ സമ്പത്ത്, നിന്റെ വിദേശയാത്ര, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ബിസിനസ്. എന്തൊക്കെ ജീവിതത്തിൽ നീ വലുതായി കാണുന്നുണ്ടോ, നിന്റെ തമ്പുരാൻ കർത്താവ് തന്നതല്ലാതെ മറ്റൊന്നും നിന്റെ ജീവിതത്തിലില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്? അവിടെയാണ് വചനം പറയുന്നത്. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുക, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ എളിമപ്പെടുത്തുവാനും, വീണ്ടും പറയുക, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ. അടുത്ത കാര്യം പറയുക, നിനക്ക് മരുഭൂമി അനുഭവം തരും. ഇന്ന് മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാ. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി. നീ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കി. പരീക്ഷകളിലൂടെ കടന്നുപോയ വ്യക്തികൾ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായി. ആ പരീക്ഷയിൽ അബ്രാഹം വിജയിച്ചോ പരാജയപ്പെട്ടോ? വിജയിച്ചു. യേശുവിന് മരുഭൂമിയിലെ പരീക്ഷകളുണ്ടായി. ആ പരീക്ഷണത്തിൽ ഈശോ വിജയിച്ചോ പരാജയപ്പെട്ടോ? എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പരീക്ഷകളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? നാം വിജയിച്ചോ ഇല്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിന്നെ എളിമപ്പെടുത്തുവാനും കർത്താവിന് കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങളുടെ ഹൃദയ വികാരങ്ങൾ വിചാരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി 40 സംവത്സരം മരുഭൂമിയുടെ നിങ്ങൾ നയിച്ച വഴി നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിലൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാ എന്നെ ഈ സഹനത്തിലൂടെ ദൈവം കടത്തിവിടുന്നേ? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ദൈവാശ്രയത്വം ഇല്ല, ദൈവമാണ് തരുന്നേ എന്നുള്ള ബോധ്യമില്ല, ഈ പിറുപിറുക്കുന്ന സ്വഭാവം. രണ്ടാമത് നമ്മൾ കേട്ടു, നിന്നെ എളിമപ്പെടുത്താൻ. മൂന്നാമത് നമ്മൾ കേട്ടു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഈ മരുഭൂമിയിലൂടെ കടത്തിവിടുന്നു. എന്നാൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഹോസിയ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ
ദൈവം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയുടെ നയിച്ച് എന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. ഹോസിയ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 14-15 തിരുവചനം വായിച്ചു. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഗൂർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരീയർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. വിജന പ്രദേശം എന്ന് പറയുന്നത് എന്താ? മരുഭൂമിയിലേക്ക് കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് അവളോടൊന്ന് ഹൃദ്യമായി സംസാരിക്കാൻ. നീ ഒരുപാട് തിരക്കും ജീവിതത്തിന്റെ വ്യഗ്രതയിലും മുങ്ങിയിരിക്കുക. എന്നാൽ നിന്റെ ആത്മനാഥനുണ്ടല്ലോ, നിന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നീ എന്താ? ജീവിതത്തിന് തിരക്കുകള്, കുടുംബത്തിന് പ്രാരാബ്ധങ്ങള്, നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടത്തിൽ നീ തമ്പുരാൻ കർത്താവിനെ മറന്നു പോകുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് മരുഭൂമി അനുഭവങ്ങൾ തരുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. 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 ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ ദിവ്യക്കാരന് സൗഖ്യ ആരാധനയുണ്ടല്ലോ. നിന്നെ വശീകരിച്ച് നിന്റെ തമ്പുരാൻ കർത്താവ് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? 2 കാര്യങ്ങൾ. നിന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കാൻ. നിന്റെ ആത്മമണവാളന് നിന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നീ പലപ്പോഴും നോക്കി ഈ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങളും ജീവിതത്തിന്റെ വ്യഗ്രതകളുമായി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നീ പലപ്പോഴും മറന്നു പോകുന്ന ആരെയാ? നിന്റെ തമ്പുരാൻ കർത്താവിനെയാ. നിന്റെ കൂദാശ ജീവിത, ഞായറാഴ്ച ആചരണങ്ങളാ, കുടുംബ പ്രാർത്ഥനകളാ, ദൈവവചനം വായിക്കല, നീ പലതും വിട്ടുപോകുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഈ മരുഭൂമി അനുഭവങ്ങൾ കടത്തിവിടും. വീണ്ടും നമ്മൾ കാണുകയാണ്, ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ സഹനത്തിലൂടെ മരുഭൂമി അനുഭവത്തിലേക്ക് നിന്നോട് കൊണ്ടുവന്ന പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. ധ്യാനത്തിനൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ധ്യാനത്തിന് വരുന്ന ഒരു ഭൂരിഭാഗം പേരുണ്ടല്ലോ, ഒരുപാട് സഹനത്തിലൂടെ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് അവസാനം ഒരു ധ്യാനത്തിൽ വന്നു വിടുന്ന. ഈ ധ്യാനത്തിൽ വന്നു വിടുമ്പോൾ അവിടെ പ്രത്യേകത എന്താ? ഇതാ തമ്പുരാന്റെ മുമ്പില് എല്ലാം തകർന്ന് തരിപ്പടായി, ഇനി ഒരു രക്ഷയില്ല, നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. ഈ വലിയ വിശ്വാസത്തോടുകൂടെ ഈ മക്കൾ വന്ന് ഇന്നിരിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവർ നല്ലൊരു കുംഭസാരം നടത്തി പിന്നീട് നടക്കുന്ന ശുശ്രൂഷകളിലൊക്കെ കാണാൻ സാധിക്കും. അത്ഭുതകരമായ കർത്താവിന്റെ ഇടപെടൽ അവിടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു, അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നു. വചനം പറയുകയാണ്, അവിടെ വെച്ച് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങൾ നൽകും. ആഗോർ താഴ്വര പ്രത്യാശയുടെ കവാടമാക്കി മാറ്റും. മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ, ഈ മരുഭൂമിയിൽ കിടന്ന് നശിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് നയിച്ച്, മറിച്ച് നിനക്കൊരു കാനാൻ ദേശം തരുന്നതിന് വേണ്ടിയിട്ടാ. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് നിന്നോട് പറയുമ്പോൾ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ സഹനങ്ങളൊക്കെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നു. മരുഭൂമി അനുഭവങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നു. അവിടെ കിടന്ന് നശിക്കാൻ വേണ്ടിയിട്ടല്ല, നിനക്ക് മുന്തിരി തോട്ടങ്ങൾ തരാൻ വേണ്ടി ആഗോർ താഴ്വര പ്രത്യാശയുടെ കവാടമാക്കി മാറ്റാൻ. ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ്, നീ നഷ്ടപ്പെടുത്തിയ അഭിഷേകം, നീ നഷ്ടപ്പെടുത്തിയ വിശുദ്ധി എല്ലാം നിനക്ക് തിരിച്ചു തരും. അതാണ് മുന്തിരി തോട്ടങ്ങൾ. ആഗോർ താഴ്വര പ്രത്യാശയുടെ കവാടമാക്കി മാറ്റും. ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, ആഗോർ താഴ്വര അത് അസമാധാനത്തിന്റെ മേഖലയാ, യുദ്ധത്തിന്റെ സ്ഥലമാ. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ട് നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അത് നിനക്ക് പ്രത്യാശയുടെ സമാധാനത്തിന്റെ സ്ഥലമാക്കി നിന്റെ കർത്താവ് ശംശയാക്കി മാറ്റാൻ സാധിക്കും. 9-ാം പീസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കുഞ്ഞ, ഈ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഈ മകനെ സംബന്ധിച്ചിടത്തോളം അവന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനാവാൻ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ
ആരും തന്നെ സമ്മതിക്കുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും കാരണം നീ പോയൊരു ജോലി ചെയ്ത് ആ കുടുംബത്തെ രക്ഷയ്ക്ക് എല്ലാവരും അവനെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവൻ പല ജോലിക്കും പോകുന്നുണ്ട്. ഒരു സ്ഥലത്തും ജോലി അവന് കിട്ടുന്നില്ല. ഇൻ്റർവ്യൂവിന് മാത്രം പോകുന്ന, ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ വിളിക്കുന്നില്ല. അങ്ങനെ വലിയ വിഷമത്തോടുകൂടെ ഈ 9-ാം പീയൂസ് മാർപ്പാപ്പ ആ കുഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വത്തിക്കാനിൽ ഈ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാൻ ആൾക്കാർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ ഇതാ ഒരു പരസ്യം കാണുന്നത്. ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാനുള്ള ജോലിയെങ്കിലും അവന് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ജോലിയും അവന് കിട്ടിയില്ല. അവസാനം എല്ലാവരുടെയും എതിർപ്പ് ഒക്കെ ഉണ്ടായിട്ടും അവൻ അച്ഛനാവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അവൻ വൈദികനായി, മെത്രാനായി, അതുപോലെ കർദിനാളായി തിരുസഭയിൽ അദ്ദേഹം ഒരു മാർപ്പാപ്പയായി തീർന്നു. അദ്ദേഹമാണ് 9-ാം പീയൂസ് മാർപ്പാപ്പ. പല്ലക്ക് ചുമക്കാൻ ആഗ്രഹിച്ചവനെ പല്ലക്ക് കയറ്റുന്നവനാണ് നിന്റെ തമ്പുരാൻ കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും മക്കൾ മരുഭൂമി അനുഭവങ്ങളോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, ആ മരുഭൂമിയിൽ കിടന്ന് തകരാനുള്ളതല്ല, മറിച്ച് നിന്റെ ദൈവം നിനക്ക് ഒരു കാനാൻ ദേശം തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട മക്കളെ. 2 കരങ്ങളും യാചനാരൂപത്തെ തുറന്നു വിടയ്ക്കാം. എത്രയോ മക്കളാണ് ഇന്ന് മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകൾ ഇരുന്നു കൊണ്ട് ഈ ദീപികാണ് സൗഖ്യാരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിന്റെ ദൈവം നിനക്ക് തരും. നീ വിശ്വാസത്തോടുകൂടെ നീ പ്രാർത്ഥിച്ചോ. 2 കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിക്കുക മക്കളെ. ഏതൊക്കെ മരുഭൂമി അനുഭവങ്ങളാണോ നിന്റെ ജീവിതത്തെ വലയം ചെയ്തിരിക്കുന്നത്, യേശുനാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ കർത്താവ് രക്ഷിക്കാൻ കഴിയാത്ത ഒരു മേഖല പോലും ഇല്ല. ജോലിയില്ലാത്ത മക്കളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നും ഒരുപാട് സഹനങ്ങളും വേദനകളും കടബാധ്യതയുമായി മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാ. കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ. പകൽ അതികഠിനമായ ചൂട്, രാത്രി അതികഠിനമായ ശൈത്യം, എന്നും അസമാധാനത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാകാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങളെ കൊണ്ട് ഉയർത്തുക മക്കളെ. യേശുവേ, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. എത്രയോ രോഗികളായ മക്കളാണ് കർത്താവേ ഇന്ന് ഈ ആരാധന അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ മക്കൾ ഇതാ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളിലേക്ക് അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കട്ടെ. കിഡ്നി രോഗികളിലേക്ക് കർത്താവ് സൗഖ്യം വ്യാപരിക്കട്ടെ. ഡയാലിസ് ചെയ്യുന്ന രോഗികളെ നീ കാണണമേ കർത്താവേ. ക്യാൻസർ രോഗികളിലെ നീ സൗഖ്യം അവിടെ വ്യാപരിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ രോഗികളെ നീ തൊഴണമേ. ബ്ലഡ് ക്യാൻസർ രോഗികളിലേക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ. ലെഗ് ക്യാൻസർ രോഗികളെ നീ തൊഴണമേ. ബ്രെയിൻ ട്യൂമർ ഉള്ള വ്യക്തികളെ നീ കാണണമേ. ആമാശയ ക്യാൻസറുള്ള രോഗികളെ നീ കാണണമേ. പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള രോഗികളെ നീ കാണണമേ. ലിവർ ക്യാൻസറുള്ള രോഗികളെ നീ കാണണമേ. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം മക്കളെ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായ മക്കളിലേക്ക് അത്ഭുതകരമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. 2 കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. 2 കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ മക്കളെ. യേശുവേ, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ജീവിതം തകർന്നു പോയിരിക്കുന്ന എത്രയോ മക്കളാണ് ഇന്ന് ഈ ആരാധനയെ സംബന്ധിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഓരോ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലുമ്പോ എത്രയോ രോഗികളായ മക്കളും നിലവിളികളാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന രോഗികളായ മക്കൾ നീ കാണവേ. ഓ എന്റെ കർത്താവേ, ഹാർട്ട് സംബന്ധമായ രോഗപീഠകളുള്ള വ്യക്തികളിലേക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ. ബ്ലോക്ക്, വാൽവ് തകര, ഹാർട്ട് അറ്റാക്ക്, ശ്വാസകോശ സംബന്ധമായ രോഗപീഠകളുള്ളവർ, പഴയ വലിവുള്ളവർ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കിഡ്നി സംബന്ധമായ രോഗപീഠകളുള്ളവർ, വാത സംബന്ധമായ രോഗപീഠകളുള്ളവർ, സകല രോഗികളിലേക്ക് കർത്താവേ നിന്റെ സൗഖ്യമാണ് വ്യാപരിക്കട്ടെ. അലർജി സംബന്ധമായ രോഗികളിലേക്ക്, സോറിയാസിസ് സംബന്ധമായ രോഗികളിലേക്ക്, ശരീരത്തെ പാണ്ടുള്ളവർ,
കർത്താവെ പല ഭക്ഷപദാർത്ഥങ്ങളോടും അലർജിയുള്ളവർ ഈ സമയം കർത്താവെ സന്ധിബന്ധങ്ങളിൽ, മാംസപേശികളിൽ, ഞരമ്പുകളിൽ വേദനയുള്ള മക്കൾ, പുറം വേദനയുള്ളവർ, ശരീരമാസകലം വേദനയുള്ളവർ, കൈകാലുകൾക്ക് വേദനയുള്ളവർ, വിട്ടുമാറാത്ത മൈഗ്രീന്റെ തലവേദനയുള്ളവർ, രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ജീവിതം തകർന്ന മക്കൾക്ക് കർത്താവ് അവിടുന്ന് അഭയം കൊടുക്കാം, സൗഖ്യം കൊടുക്കാം. നീ വിശ്വാസത്തോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ കരമുയർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് കൈവിട്ടിട്ടില്ല. വിളിച്ച മക്കളെ യേശുവേ. ജീവിതമുന്നാകെ കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. രണ്ട് കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളാണല്ലോ ഈ സമയം ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതാ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവിടെ കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ട് ഈ സമയം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രയോ കുടുംബങ്ങളാണ് അസ്വസ്ഥതകൾ, സംശയത്തിന്റെ വേരുകൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിവോഴ്സിന് പക്കലെത്തിയിരിക്കുന്ന അവസ്ഥ, എന്നും പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവർ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ നൊമ്പരങ്ങൾ, കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, കൂദാശ ജീവിതമില്ലാത്ത കുടുംബങ്ങൾ, രണ്ട് കരകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ മക്കളെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ എത്ര പേരുണ്ടോ അത്രയും പ്രാവശ്യം യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചേ. ദീപിയെക്കാളുന്നത് ശക്തി വ്യാപരിക്കട്ടെ, ദീപിയെക്കാളുന്നത് സൗഖ്യം വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് രക്ഷ വ്യാപരിക്കട്ടെ. വിളിച്ച മക്കളെ യേശുവേ. ജീവിതമുന്നാകെ കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. രണ്ട് കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിച്ചോ മക്കളെ. ഓ എന്റെ കർത്താവേ, കടബാധയുള്ള മക്കൾ ഇതാ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ മേഖലകൾ അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നോട്ടീസുകളുമായി കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ ആരാധന ഈ മക്കൾ ഇതാ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ മാത്രം. കർത്താവെ, ഈ സമയം അങ്ങയുടെ മക്കൾ രണ്ട് കരങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഈ മക്കളുടെ മരുഭൂമി അനുഭവങ്ങൾ നീ കാണവേ. പകൽ അതികഠിനമായ ചൂട്, രാത്രി അതികഠിനമായ ശൈത്യം, ലക്ഷ്യമില്ലാത്ത അവസ്ഥ, മരുഭൂമി അനുഭവങ്ങളാണല്ലോ ഈ മക്കളുടെ ജീവിതങ്ങളെ വലയം ചെയ്യുന്ന. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. വിളിച്ച മക്കളെ യേശുവേ. ജീവിതമുന്നാകെ കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. രണ്ട് കരകളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. മാതാപിതാക്കൾ ഈ സമയം മക്കൾക്ക് വേണ്ടി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. വിവാഹം നടക്കാത്തതിലോർത്ത് നൊമ്പരപ്പെട്ട് കരയുന്ന മാതാപിതാക്കളെ കണ്ണുനീര് കാണണമേ. കർത്താവേ, എത്ര പഠിച്ചിട്ട് മക്കൾക്ക് ജോലിയില്ലാത്തതിന്റെ നൊമ്പരങ്ങൾ, പല ഇന്റർവ്യൂവിനും പോയി, ഒറ്റ ഇന്റർവ്യൂവിലും പാസ്സാവാത്ത അവസ്ഥ, വിസയ്ക്ക് കൊടുത്തു, വിസയൊക്കെ റിജക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥ, മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അന്ധകാര ശക്തികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ,
പരീക്ഷ ഭയമുള്ളവർ, ഓർത്തോർത്ത് കണ്ണീര് പൊടിക്കുന്ന ഈ മാതാപിതാക്കളെ കണ്ണുനീര് ഈ സമയം കർത്താവേ നീ അവിടുന്ന് ഒപ്പണമേ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താ മക്കളെ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ യേശുവേന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ, യേശുവേന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആയിരിക്കുന്ന മക്കൾ ഈ സമയം ആ അഡിക്ഷന് വിടുതൽ കർത്താവ് തരുന്നു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. അന്തരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ചുണരട്ടെ. യേശുവേ കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. മുട്ടുകൾ കുത്തി നിന്നുകൊണ്ട് ജീവിതമുന്നാകെ കൈവിട്ടു പോകുമ്പോൾ കർത്താവേ കൈ നീട്ടി രക്ഷിക്കണേ. കർത്താവിന്റെ ആശീർവാദം നാം സ്വീകരിക്കാൻ പോയ കർത്താവ് സകല മേഖലകളിലേക്കും ആശീർവാദം നൽകാൻ പോയ കർത്താവ് അനുഗ്രഹിച്ച നാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തൊട്ടാൽ നാം സൗഖ്യം പ്രാപിക്കും. മക്കളെ, ഈശോയെന്ന് തൊട്ടേ മക്കളെ, ഈശോയെന്ന് തൊട്ടേ. അവൻ തൊട്ടവരും അവരെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഈ കർത്താവിനൊന്ന് തൊട്ടേ മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ദീപികാരുടെ ശക്തി സകല കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ശക്തമായ മുട്ടുവേദനയുള്ള ഒരു വ്യക്തി ഈ സമൂഹത്തെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്ന ശക്തമായ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഹാർട്ടിന്റെ വാൽവ് തകരാറുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ആസ്മാ സംബന്ധമായ രോഗപീഠകളാൽ വലയുന്ന 13 മക്കൾക്ക് ഈശോ സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. യൂട്രസ് സംബന്ധമായ രോഗപീഠകളാൽ വലയുന്ന ഒരു മകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ശക്തമായ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന 3 മക്കളുടെ വീട് പണി കർത്താവ് നടത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാക്കർ ഉപയോഗിച്ച് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തമായ കർത്താവിന്റെ ശക്തി സകല കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അന്തരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. 7 മക്കള് വിദേശ യാത്ര തടസ്സം കർത്താവ് എടുത്ത് മാറ്റിയിരിക്കുന്നു. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അൾസർ സംബന്ധമായ രോഗപീഠയുള്ള 3 വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. 13 മക്കളെ വിവാഹ തടസ്സം എടുത്തു മാറ്റി കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഈ ആരാധനയെ പങ്കെടുക്കുന്നുണ്ട്. ഈശോ ആ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തുന്നു. ശക്തമായി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും സ്വർഗത്തോളം ഉയർത്താൻ മക്കളെ. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല കുടുംബങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ദേശങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.
സഭയുടെ മേൽ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തിയോട് നിറയട്ടെ, ആത്മശക്തിയോട് നിറയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളെ അഭിഷേകം വന്ന് നിറയട്ടെ, 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 നിറയട്ടെ. തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ. ഈ ദിവ്യകാടുകൾ സൗഖ്യം, വിടുതൽ, അത്ഭുതങ്ങൾ ഈ സമയം തന്നെ സകല കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിളിച്ച മക്കളെ യേശുവേ, ഹല്ലേലൂയ, ആരാധന ഈശോയെ, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.